യെസ്, ഇതാണ് ഡ്രോണിൻ്റെ ഒരു ഗെയിം. ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റർന്നുള്ള കമ്പിയുടെ വില കുറഞ്ഞ ജോയ്സ്റ്റിക്കാണ്. 500 താഴെ ഉള്ളൂ. ആക്യുറസി ഇല്ല. നമ്മൾ ഡ്രോൺ പറക്കുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോവാം, കണ്ടോ, ഫ്രണ്ടിലോട്ട് പോവാം. പിന്നെ സൈഡിലോട്ട് പോവാം. മുകളിലേക്ക് അടിക്കുന്ന നോക്കാം. ഇത് സൈഡിലേക്ക് പോകുന്നു, ഇത് ഫ്രണ്ടിലേക്ക് പോകുന്നു. ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാൻ നോക്കാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹൈറ്റ് വെച്ച് മുകളിലേക്ക് അടിക്ക് ഇറങ്ങാം. മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നമുക്ക് വേണമെങ്കിൽ ഡ്രോണിൻ്റെ പോലെ മുകളിലേക്ക് പൊന്തി പോയി നോക്കാൻ വേണമെങ്കിൽ എന്താണത് സാധനങ്ങൾ കാണുന്നത്. അടിക്ക് ഇറങ്ങി വരാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഫ്രണ്ടിലേക്ക് കുറച്ച് കൂണുണ്ട്, കണ്ടില്ലേ? കുറച്ച് കൂണുണ്ട്. കുറച്ച് ബാക്കിൽ കൂണ് കണ്ടോ? കൂണ്, രാമ. ഇനി ഇവിടെ 2 കുറുക്കന്മാർ 2 പേര് നിൽക്കുന്നുണ്ട്. കുറുക്കൻ അത്ര പെർഫെക്ഷൻ പോരാ. വേറൊരു കുറുക്കൻ, കുറച്ച് കല്ല് കട്ട, പിന്നെ ഒരു ആമ്പൽപ്പൂവ് നമുക്ക് നോക്കാം. ആമ്പൽപ്പൂവിനൊന്ന് ക്ലോസപ്പായിട്ട് നോക്കാൻ. ക്ലോസപ്പായിട്ട് കണ്ട ആമ്പൽപ്പൂവ്. ആമ്പൽപ്പൊയ്കത്ത് വെള്ളമൊക്കെ അനങ്ങുന്നുണ്ട്. ഒരു മരത്തിനെ കാണണം. മരം. പിന്നെ ഒരു ചെടിയുണ്ട് വേറെ. പിന്നെ കുറച്ച് ബാരൽസ്. പിന്നെ സൺഡേ ഗ്ലെയർ അടിക്കുന്ന കണ്ടില്ലേ? നല്ല രസമാണ്. സണ്ണിൻ്റെ ഗ്ലെയർ അടിക്കും. ഇവിടെ ഒരു കാറ്റാടി യന്ത്രം പോലെ എന്തുണ്ടല്ല. പിന്നെ മുകളിലേക്ക് പൊന്തി നോക്കിയാലേ അറിയുള്ളൂ. പക്ഷേ കാറ്റാടി യന്ത്രം. പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ കുറച്ച്. ഇതിൻ്റെ പേര് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി. ഇവിടെ വെള്ളം നനയ്ക്കാനുള്ള സെറ്റപ്പ് എന്തുണ്ട്. എന്നിട്ട് ചെടി എന്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രതിമ വാളും പിടിച്ചിരിക്കുന്ന ഒരു പ്രതിമ. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വീട് ട്രാൻസ്പെറൻ്റായി മാറിയതിൻ്റെ ഉള്ളിലേക്ക് കാണാം. ഉള്ളിൽ നോക്കുമ്പോൾ വീട് അത് പിന്നെ മുകളിൽ നല്ല ആകാശം കണ്ടില്ലേ? നല്ല ആകാശം നല്ല രസമുണ്ട്. സൂര്യൻ ഇവിടെ നിന്നിട്ട് വേറെ സൂര്യൻ. അവിടെ എന്താ സംഭവം? തല കറങ്ങി. ഇവിടെ ലൈറ്റ് വേറെ ഉണ്ട്. അവിടെ ഒരു ലൈറ്റ് വേറെ ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ടാവില്ല. ഈ ലൈറ്റ് തന്നെയാണ്. അത് വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ അത് നല്ല വെളിച്ചം പോലെ തോന്നുന്നുണ്ട്. സൂര്യൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നത് അതിലടുത്തൊന്നും കണ്ടില്ലേ? മേഘങ്ങൾ. സൂര്യൻ്റെ റിഫ്ലക്ഷൻ അടിക്കണ്ടില്ലേ? നമ്മളിത് ഇവിടെ നിന്ന് നേരെ കണ്ണിലേക്ക് അടിക്കുകയാണ് സൂര്യൻ്റെ വെളിച്ചം. അതിന് പകരം നമ്മൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഇവിടെ നിന്നൊരു വേറൊരു ലൈറ്റ് ഇട്ടിട്ട് ഒരു ലൈറ്റ് 2 സൂര്യനുണ്ട്. ഒരു സൂര്യൻ ഇവിടെ, ഒരു സൂര്യൻ ഇവിടെ. 2 സൂര്യനെ വെച്ചിട്ടുണ്ട്. 2 സൂര്യൻ്റെ ആവശ്യമില്ലായിരുന്നു. മുകളിലേക്ക് ഒന്ന് പൊന്തി
ഇവിടെ ഒരു സൂര്യൻ, ഇവിടെ ഒരു സൂര്യൻ, ഇവിടെ ഒരു സൂര്യൻ, മുകളിൽ നിന്നൊരു സൂര്യൻ, മേഘം. ഇതാണ് നമ്മുടെ സ്ഥലം. താഴത്തേക്ക് ഇറങ്ങുക. അകലെ നോക്കുമ്പോൾ നല്ല ഒറിജിനാലിറ്റിയാണ്. ഒരു 4 വീട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അകലെ നോക്കുമ്പോൾ ചെടികളും എല്ലാം നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇവിടെ ഇലകൾ അടുത്തുനിന്ന് വരുമ്പോഴാണ് പ്രശ്നം. അടുത്തുനിന്ന് വരുമ്പോൾ ഈ ഇലകൾ ഒരു ബ്ലറാവുണ്ട്. ഇലകളെ വലിയ കുഴപ്പമില്ല. ഇറങ്ങട്ടോ. ഇവിടെ റിഫ്ലക്ഷൻ കണ്ടോ? ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ സ്കൈയുടെ റിഫ്ലക്ഷൻ കണ്ടില്ലേ? ഈ ആൾ നിൽക്കണ ആ ഒരു ഒരു റിഫ്ലക്ഷനൊക്കെ ഉണ്ട്. ആളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇവിടെ അടിയിൽ ഇറങ്ങി വണ്ടിക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ആളുടെ അടുത്തേക്ക് പോയി നോക്കാം. ആളുടെ മെറ്റാലിക് ബോഡിയാണ്. മെറ്റാലിക് ബോഡി ഉണ്ട്, റിഫ്ലക്ഷൻ. ഭയങ്കരമായിട്ട് നീങ്ങണ്ടല്ലോ. ചെറുതായിട്ട് നീങ്ങിയാൽ മതി. ഇത് ഭയങ്കരമായിട്ട് നീങ്ങണം. ബോഡി മെറ്റാലിക് ബോഡി വാഴും പിന്നെ മെറ്റാലിക് ബോഡി. പിന്നെ ചെടികൾ കണ്ടാലേ ഈ ചെടി. പിന്നെ ഇവിടെ ചെടിയുണ്ട്. നമുക്കൊന്ന് ടൂർ ഒന്ന് ഓടിച്ച് പോയി നോക്കാം. ഇങ്ങനെ ലോയിൽ പറഞ്ഞു നോക്കാം. ലോ ആയിട്ട് പറക്കത്ര പോരാ. പ്രാക്ടീസ് ആവാണ്ട് പറക്കാനായിട്ട്. ഒരു ആമില്ല. വളയാൻ ഇനർഷ്യുള്ള പെട്ടെന്ന് വളയാൻ പറ്റില്ല. ആമിൻ്റെ ചുറ്റും ആമ അത്ര ആമ കൂണ് അമ്പൽപ്പൂവ് ചെടി കൊള്ളാലോ. ചെടി അടുത്ത് നോക്കുമ്പോൾ ഇത് വരച്ച ചെടിയല്ല, ക്ലിയർ സുഖമില്ല. പക്ഷെ അകലെ നോക്കുമ്പോൾ ഇത് ധാരാളമാണ് ചെടി. അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും കറങ്ങി കാണാനായിട്ട് കണ്ടില്ലേ? വേരല് അടുത്ത് നോക്കുമ്പോൾ ഒന്നിനൊരു ക്ലിയറില്ല. വേറിൻ്റെ ഉള്ളിൽ കയറുന്നത് വീടിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അകലുന്നത് സൂപ്പറാണ്. മരക്കഷ്ണം കാണുക. ഇത് തിരിയണ ഇത്തിരി സ്പീഡിൽ തിരിയണ ഇതിലാക്കണം. ഒരിക്കലും മാച്ച് ഉണ്ടല്ലോ. അല്ല ഡെസ്ക് കട്ടകളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ.